മഹനീയ സദസ്സിന് വന്ദനം. ആദിശങ്കരൻ നഗരിയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ മഹനീയ സമ്മേളന വേദിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ അവസരം നൽകിയ ദൈവത്തിനാകുന്നു സർവസ്തുതിയും. പാരതന്ത്ര്യത്തിൽ നിന്നും മോചനം നേടി ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 7.5 പതിറ്റാണ്ട് പിന്നിട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് നാം നിവസിക്കുന്നത്. ഈ രാജ്യം വളരെ അധികം പഴക്കമുള്ള ഒരു രാജ്യമാണ്. ഇന്ത്യയിൽ ഒരു ജനാധിപത്യ സംവിധാനവും ഒരു ഭരണകൂടവും നിലവിൽ വരുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ പ്രസിദ്ധനായ ഒരു ഇംഗ്ലീഷ് തത്വചിന്തകൻ അദ്ദേഹം നൽകിയ മറുപടി ആ രാജ്യത്തിന് 4000-ലധികം സംവത്സരങ്ങളുടെ പഴക്കമുണ്ട്. ഇനി സ്വന്തമായി ഒരു ജനാധിപത്യ സംവിധാനത്തോടോ ഒരു ഭരണ സംവിധാനത്തോടോ സമരസപ്പെട്ടു പോവാൻ ആ രാജ്യത്തിന് സാധ്യമല്ല. പകരം അവിടെ നിലനിർത്തേണ്ടത് ക്രമസമാധാനമാണ്. അത് നടപ്പിൽ വരുത്താൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷ് എംപയർ, ബ്രിട്ടന്റെ മേധാവിത്വത്തിൽ ആ രാജ്യത്തെ ഭരിക്കുന്നതാണ് ഇന്ത്യയുടെ നിലനിൽപ്പിന് അഭികാമ്യമായിട്ടുള്ളത്. ഈ രാജ്യത്തെ സംബന്ധിച്ച് ലോകം മുഴുവൻ വിലയിരുത്തിയിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടുപ്പക്കാരനും പിന്നീട് ബ്രിട്ടന്റെ സെനറ്റർമാരിൽ ഒരാളായ ജോൺ സ്റ്റാച്ചി ഇന്ത്യയിൽ വന്ന് നടത്തിയ യാത്രകൾ, അന്വേഷണങ്ങൾ, പര്യവേഷണങ്ങൾ, അതിനൊടുവിൽ 1888 കാംബ്രിഡ്ജിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണ പരമ്പരക്ക് ഇന്ത്യ എന്ന പേരാണ് അദ്ദേഹം നൽകിയത്. ആ പ്രഭാഷണത്തിന്റെ പ്രാരംഭത്തിൽ ഇന്ത്യയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്, ഒരു കാര്യം ഞാൻ ആദ്യമേ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഇന്ത്യ എന്ന ഒരു രാജ്യമില്ല. സാമാന്യം വലിപ്പമുള്ള ഒരു ഭൂപ്രദേശത്തെ വിളിക്കാനുള്ള സൗകര്യാർത്ഥം നാം നൽകിയ പേരാണ് ഇന്ത്യ. യഥാർത്ഥത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു രാജ്യമില്ല. അങ്ങനെ ഒരു രാജ്യം ഉണ്ടാവാനും പോകുന്നില്ല. അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട. അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ളതിനേക്കാൾ വലിയ അന്തരമാണ് പഞ്ചാബും ബംഗാളും തമ്മിലുള്ളത് എന്നാണ്. ഇവിടുത്തെ ജാതികളും മതങ്ങളും അവയുടെ സംസ്കാരങ്ങളും വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മ പദ്ധതികൾക്കുമിടയിലുള്ള വ്യതിരിക്തതകളും വൈജാത്യങ്ങളുമാണ്. യൂറോപ്പിലെ രാജ്യങ്ങൾ ഒന്നടങ്കം ചേർന്നാലുണ്ടാകുന്ന വ്യത്യാസങ്ങളെക്കാൾ വലിയ വൈഭിന്യമാണ് ഇന്ത്യയിലെ 2 പ്രവിശ്യകൾക്കുമിടയിലുള്ളത് എന്നാണ്. ഇങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ഒരു രാജ്യമായി ജീവിക്കുവാൻ സാധ്യമാവുക എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. പിന്നീട് വിൻസ്റ്റൺ ചർച്ചിലിന്റെ കാലഘട്ടം വന്നപ്പോഴും ഇന്ത്യയെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ വിഭിന്നമായിരുന്നില്ല. വിൻസ്റ്റൺ ചർച്ചിൽ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞത്, സാമ്രാജ്യത്വത്തിന്റെ അവസാന കാലങ്ങളുടെ അധ്യക്ഷനാവാൻ വേണ്ടിയല്ല ഞാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ നിർവാഹമില്ല. അത് ഏറ്റവും വലിയ അപകടമായിരിക്കും, അരാജകത്വമായിരിക്കും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ 10 വർഷത്തിനകം അവർ തമ്മിൽ തല്ലി ചത്തു തീരും. ഇതായിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നടങ്കം ഒരേ മനസ്സോടെ ഒന്നിച്ച് അണിചേർന്ന് സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയ സന്ദർഭത്തിൽ പടിഞ്ഞാറുകാരുടെ നിലപാട്. അവരെയൊക്കെ അവരുടെ പ്രസ്താവനകൾ അഖിലവും ഭീമാബദ്ധങ്ങളായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് അവരെ കൊണ്ട് തിരുത്തി പറയിപ്പിച്ചു നമ്മൾ. ഇന്ത്യ ഇസ് ദ ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി ഇൻ ദിസ് വേൾഡ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്ന്. ബ്രിട്ടന്റെ അധിനിവേശത്തിന് ശേഷം ഇന്ന് വരെ ഈ രാജ്യം നേടിയെടുത്ത സർവ്വ നേട്ടങ്ങളും പുരോഗതികളും പരിശോധിക്കുമ്പോൾ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് നേട്ടങ്ങളുടെ ഏടുകളുടെ ഭാരാവാരം കൊണ്ട് ഭാരത മഹാരാജ്യം സമ്പന്നമാണ്. സൈനികമായും സാമ്പത്തികമായും രാജ്യത്തിന്റെ മാനവ വിഭവശേഷിയെ ലോകത്തിന്റെ മുമ്പിൽ ഉജ്ജ്വലമായി അടയാളപ്പെടുത്തിയതും നേട്ടങ്ങൾ തന്നെയാണ്. എന്നാൽ ഈ ഓരോ നേട്ടങ്ങളെയും ഇഴകീറി പരിശോധിച്ച് ഭാരത മഹാരാജ്യം സ്വാതന്ത്ര്യാനന്തരം 78 സംവത്സരങ്ങൾക്കിപ്പുറം ഇന്നുവരെ ഈ രാജ്യം നേടിയെടുത്ത ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ നെഞ്ചിൽ കൈവച്ച് നമുക്ക് പറയാൻ കഴിയും. സമീപകാല
കാലത്ത് നമുക്കിടയിൽ ഉണ്ടായിരിക്കുന്ന പ്രയാസങ്ങളെ, അകലങ്ങളെ, കമ്പാർട്ട്മെന്റ് വൽക്കരണത്തെ ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ ലോകത്ത് സർവ്വ മതങ്ങളും മതാനുയായികളും മതമില്ലാത്തവരും ഒരുപോലെ അധിവസിക്കുന്ന രാജ്യമാണ് ഭാരത മഹാരാജ്യം എന്നുള്ളത് തന്നെയാണ്. ഈ സർവ്വ വ്യതിരിക്തതകൾക്കിടയിലും ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും സംസ്കാരത്തിന്റെയും വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മ പദ്ധതിക്കുമിടയിലും 78 വർഷക്കാലം ഈ മഹാരാജ്യം പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും സൗഹാർദ്ദത്തിലും സൗഹൃദത്തിലും പാരസ്പര്യത്തിലും ബഹുമാനത്തിലും സ്വന്തം വിശ്വാസം മുറുകെ പിടിക്കുമ്പോഴും സഹിഷ്ണുത മുഖമുദ്രയാക്കി ഈ നാട് ജീവിച്ച 7.5 പതിറ്റാണ്ട് കാലത്തെ ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായ ഐക്യം തന്നെയാണ് ഈ നാട് നേടിയെടുത്ത ഏറ്റവും വലിയ നേട്ടമെന്ന് ലോകത്തോട് വിളംബരം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അത് ഈ രാജ്യത്തെ മതങ്ങളുടേതും മതവിശ്വാസികളുടേതും മതമില്ലാത്തവരുടേതുമാണ്. അത് ഈ രാജ്യത്തെ പണ്ഡിതന്റെതും പാമരന്റെതും പണക്കാരന്റെതും പണിക്കാരന്റേതുമാണ്. ഭാരത മഹാരാജ്യത്തിലെ ഓരോ പൗരന്റേതുമാണ്. അത് ഈ സമൂഹം ഒന്നടങ്കം നേടിയെടുത്ത മഹാ നേട്ടമാണ്. എന്നാൽ വർത്തമാനകാല ദർപ്പണത്തിലെ ഭാരത മഹാരാജ്യം നാം പതിറ്റാണ്ടുകൾ കൊണ്ട് സ്വായത്തമാക്കിയ മഹാ നേട്ടങ്ങളെ തകർത്തെറിയുമാറ് സംഹാര രൗദ്രഭാവം പൂണ്ടു നിൽക്കുമ്പോൾ ശക്തമായ തിരിച്ചറിവിന്റെ ഓർമ്മപ്പെടുത്തലുകളുടെ നൈരന്തര്യങ്ങൾ അനിവാര്യമായി വന്നിരിക്കുന്നു, അവശ്യമായി വന്നിരിക്കുന്നു. അതേ, നാം അറിയണം ആരാണ് നമ്മളെന്ന്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ നമ്മളെല്ലാം ഒന്നാണെന്ന്, ഒരച്ഛന്റെ ഒരമ്മയുടെ മക്കളാണ് എന്ന്. ഭാരത മഹാരാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ പാർലമെന്റിന്റെ മകുടത്തിൽ മനോഹരമായ ദേവനാഗരി ലിപിയിൽ ഒരു സംസ്കൃത ശ്ലോകം കൊത്തിവെച്ചിട്ടുണ്ട്. അയം നിജ പരോവേദി ഗണനാ ലഘുചേതസാം ഉദാര ചരിതാനാത്തു വസുദൈവ കുടുംബകം. ഞാൻ മാത്രം, എന്റേത് മാത്രം എന്ന് ഷഡിക്കുന്നത് ക്ഷുദ്ര മനസ്സിന്റെ ഉടമസ്ഥരാണ്. വിശാലമായി ചിന്തിക്കുന്നവർക്കോ ലോകമാണ് തറവാട്. നമുക്ക് ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അപ്പുറം മനുഷ്യരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കാനും സാധിക്കട്ടെ. അതാണ് നമ്മുടെ നാടിന്റെ യഥാർത്ഥ പാരമ്പര്യം. മഹചരിതമായ കേരളത്തിന്റെ മണിക്കം ശ്രീനാരായണ ഗുരുദേവൻ തന്റെ മനോഹരമായ കാവ്യ തല്ലജങ്ങളാൽ പ്രഘോഷണം ചെയ്ത പോലെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും നമ്മുടെ നാട് മുന്നോട്ട് പോവട്ടെ. തന്നെ പോലെ തന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ച ജീസസ് ക്രൈസ്റ്റും ഭൂമിയുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും എന്ന് പ്രഖ്യാപിച്ച പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാരോപദേശത്തിലും ഇവിടെയൊന്നും ജാതിയും മതവും നോക്കി അകന്നൊഴിഞ്ഞു മാറാനുള്ള പരാമർശങ്ങൾ, പ്രഖ്യാപനങ്ങൾ നമുക്ക് കാണാനാവില്ല എന്ന പരമാർത്ഥം നാം ഗൗരവമായി മനസ്സിലാക്കുക. ജീവിതത്തിന്റെ പഠന പ്രബോധന പ്രയോഗവൽക്കരണ പാതയിൽ പരിപൂർണമായി ഉൾക്കൊള്ളുക, അംഗീകരിക്കുക, ആചരിക്കുക, പാലിക്കുക, പുലർത്തുക, പുണരുക, അനുധാവനം ചെയ്യുക. സർവാധിനാഥന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വർഷമഹരിക്കുന്നതിന് മുമ്പ് കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ എന്ന് ചോദിച്ച പൂന്താനം മഹാകവിയെ പോലെ പരസ്പര സ്നേഹത്തിന്റെ മണ്ണിൽ ഈ മനോഹരമായ ആരാമത്തിൽ സ്നേഹത്തിന്റെ ഇതിഹാസം രചിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഹിന്ദ്.